Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 നീറ്റിൻ്റെ സ്കോറിനെ ബേസ് ചെയ്ത് നമ്മുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിന് പാരലായിട്ട് തന്നെ നമ്മുടെ കേരളത്തിലെ 85% സീറ്റിലേക്ക് MBBSനും BDSനും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ കേരള എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിലൂടെ 21 മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൗൺസിലിംഗ് പ്രോസസ്സിലും നാം പങ്കെടുക്കണം. കേരളത്തിലെ ടോട്ടൽ 12 മെഡിക്കൽ കോളേജുകളിലേക്കും അതുപോലെ കഴിഞ്ഞ വർഷം എൻട്രൻസിൻ്റെ കൗൺസിലിംഗ് നടന്ന 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലേക്കും അതിനോടൊപ്പം BDSൻ്റെ ഗവൺമെൻറ്റിലെ 6 ഡെൻ്റൽ കോളേജുകളിലേക്കും ഇതിനോടൊപ്പം BDSൻ്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ ഡെൻ്റൽ കോളേജുകളിലേക്കും നാം ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ നാം എങ്ങനെയാണ് കോളേജുകൾക്കും കോഴ്സുകൾക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഇതിൽ ഏതൊക്കെ കോളേജുകൾക്കാണ് മുൻ വർഷങ്ങളിലെ റാങ്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥികൾ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നാം ഇവിടെ ഓരോ ക്യാമ്പസ് വൈസ് തന്നെ ഡിസ്കസ് ചെയ്യുക. എൻട്രൻസിൻ്റെ ഈ 2 അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലും സ്റ്റേറ്റ് കൗൺസിലിങ്ങിലും നാം കൃത്യമായിട്ട് പങ്കെടുത്ത് വേണം നമുക്ക് അർഹതപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സും ക്യാമ്പസും നാം നേടിയെടുക്കാൻ. ഈ സമയത്ത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ന്യൂസുകളും ടിപ്സ് ആൻഡ് ട്രിക്സുകളും എല്ലാം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കൊണ്ടേയിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് നേരിട്ട് വിളിക്കുകയും ചെയ്യാം. നമുക്കിവിടെ കാണാം, എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ തന്നെ ഓരോ കോളേജിൻ്റെയും കോഡും ആ ക്യാമ്പസിന് എത്ര സീറ്റുകളും ഉണ്ട് എന്നുള്ള രീതിയിൽ മുഴുവൻ ഗവൺമെൻറ് കോളേജുകളുടെയും ടോട്ടൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലുള്ളത്. അതിൽ TD മെഡിക്കൽ കോളേജ് 175 സീറ്റുണ്ട്, എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് 110 സീറ്റുകളുണ്ട്. ഇങ്ങനെ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ തന്നെ ഓരോ ക്യാമ്പസിനും എത്ര സീറ്റുകൾ വീതമുണ്ട് എന്ന്, ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് 250 സീറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 250 സീറ്റുകളുണ്ട്. ഇതിനോടൊപ്പം തന്നെ TVM കോഡ് വരുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഇവിടെയും 250 സീറ്റുകളുണ്ട്. ഇങ്ങനെ ഓരോ ക്യാമ്പസിലും എത്ര സീറ്റുകൾ വരുന്നു എന്നുള്ള രീതിയിൽ ടോട്ടൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്കാണ് കഴിഞ്ഞ വർഷം എൻട്രൻസ് കമ്മീഷൻ അലോട്ട്മെന്റ് നടത്തിയത്. ഈ വർഷവും 2024 ഇതേപോലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണുള്ളത്. ഇനി ഇതിനോടൊപ്പം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മെഡിക്കൽ കോളേജുകൾ കഴിഞ്ഞ വർഷം 19 മെഡിക്കൽ കോളേജുകൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലേക്കാണ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഈ 19 മെഡിക്കൽ കോളേജുകളുടെയും ലിസ്റ്റുകളും ഓരോ ക്യാമ്പസിലും എത്ര സീറ്റുകളുണ്ട് ഇതെല്ലാം എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ 19 കോളേജസിൻ്റെയും ഡീറ്റെയിൽസും അവരുടെ കോഡ് ഓരോ ക്യാമ്പസിൻ്റെ സീറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 200 സീറ്റുകളുണ്ട്. അതേപോലെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 200 സീറ്റുകളുണ്ട്. ഈ 2 ക്യാമ്പസിലാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള 2 ക്യാമ്പസുകൾ. ബാക്കി ക്യാമ്പസുകളിലൊക്കെ 150-100 സീറ്റുകൾ വീതമാണ് വരുന്നത്. ഇനി ഇതുപോലെ ഡെൻ്റൽ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെൻ്റൽ കോളേജിലും ടോട്ടൽ 6 ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളാണ് കഴിഞ്ഞ വർഷം എൻട്രൻസ് കമ്മീഷനുടെ അലോട്ട്മെൻറ്റ് നടന്നത്. ആ 6 കോളേജുകളും അതിൻ്റെ സീറ്റും ഓരോ ക്യാമ്പസിലും എത്ര സീറ്റാണെന്നുള്ളതും എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വരുന്നത് 60 സീറ്റ് വരുന്നത് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് പരിയാരം കണ്ണൂരാണ് 60 സീറ്റുകൾ. ബാക്കിയുള്ള ക്യാമ്പസുകളിലൊക്കെ 50-40 സീറ്റുകൾ മാത്രമാണുള്ളത്. ഇനി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ BDS എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് എല്ലായിടത്തും 150 ഈച്ച് സീറ്റുകളാണുള്ളത്. അതിൽ 100 സീറ്റ് വരുന്നതാണ് ഏറ്റവും കൂടുതലുള്ള സീറ്റുകളുള്ള പ്രൈവറ്റ് ഡെൻ്റൽ കോളേജുകൾ ക്യാമ്പസുകൾ വരുന്നത്. ഇനി നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിലെ കഴിഞ്ഞ വർഷത്തെ 19 ക്യാമ്പസുകളിൽ കഴിഞ്ഞ വർഷത്തെ റാങ്ക് അനുസരിച്ചിട്ട് വിദ്യാർത്ഥികൾ ചൂസ് ചെയ്ത ക്യാമ്പസുകൾ പ്രയോറിറ്റി അനുസരിച്ച് ചൂസ് ചെയ്ത ക്യാമ്പസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഗവൺമെൻറ് ക്യാമ്പസുകളാണെങ്കിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളാണെങ്കിലും എല്ലാ ക്യാമ്പസുകളും ബെസ്റ്റ് തന്നെയാണ്. ബെസ്റ്റ് ക്യാമ്പസുകളാണ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ അക്കാഡമിക്സും റിസൾട്ടും ഒക്കെ ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ അവിടത്തേക്ക് പ്ലേസ്മെൻറ്റ് നടക്കുന്നതും ക്ലാസ്സുകൾ റൺ ചെയ്യുന്നതും കുട്ടികൾ വിജയത്തിലേക്ക് മൂവ് ചെയ്യുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സെക്ടറിലെ ക്യാമ്പസുകളും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ ക്യാമ്പസുകളും എപ്പോഴും രണ്ടും ബെസ്റ്റ് തന്നെയാണ്. പിന്നെ 2 സെക്ടറിലുമുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് എടുത്ത് പറയാവുന്നത് ഫീസിലുള്ള ഡിഫറൻസ് ആണ്. നമുക്കറിയാം ഗവൺമെൻറ് സെക്ടറിലെ ഫീസ് എന്ന് പറയുന്നത് 23,000 എറൗണ്ട് മാത്രമാണ് ഗവൺമെൻറ് സെക്ടറിൽ ഒരു MBBSന് ഫീസ് വരുന്നതെങ്കിൽ
8 lakhs rupees അറൗണ്ട് ആണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBS ഫീസ് വരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഫീസിന്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്ക് ഉയർന്ന് കിട്ടിയ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഗവൺമെന്റ് സെക്ടറിലെ ക്യാമ്പസുകളായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. ഫീസ് കൂടുതലായതുകൊണ്ട് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ മോശമല്ല. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് സെക്ടറിനേക്കാൾ കുട്ടികളുടെ ഡിസിപ്ലിനും അക്കാഡമിക്സിനും അവരുടെ പേഴ്സണൽ അറ്റൻഷനും ഒക്കെ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് സെക്ടറിനേക്കാൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടർ ആയിരിക്കും. ഇനി ആ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറുകളിലെ ഓരോ ക്യാമ്പസുകളിലും കഴിഞ്ഞ വർഷത്തെ റാങ്ക് അനുസരിച്ചിട്ട് കുട്ടികൾ എങ്ങനെയാണ് ലാസ്റ്റ് റാങ്കിലൂടെ പോയിരിക്കുന്നത് എന്ന് നമുക്കൊരു ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഹെൽപ്പ് ആവും. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം അവിടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. നമ്മളിവിടെ സ്ലൈഡിൽ കാണിക്കുന്നത് ഓരോ ക്യാമ്പസിലും കഴിഞ്ഞ വർഷത്തെ റാങ്ക് അനുസരിച്ചിട്ട് വിദ്യാർത്ഥികൾ ഏതൊക്കെ ക്യാമ്പസാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്പർ 1 ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. ഈ ക്യാമ്പസിൽ ടോട്ടൽ 100 സീറ്റുകളാണുള്ളത്. ഇവിടെ നമ്മൾ നോക്കിയാൽ എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ 2116 വരെ വന്ന വിദ്യാർത്ഥികളാണ് ജൂബിലി മിഷൻ ക്യാമ്പസ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അവിടെ ഈഴവ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ 2703, മുസ്ലിം കമ്മ്യൂണിറ്റി 2129, അതേപോലെ ധീവര കമ്മ്യൂണിറ്റിയിൽ 6643, വിശ്വകർമ്മ 7039, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 3757, അതേപോലെ SC കമ്മ്യൂണിറ്റി 12351, ST 22424. ഇത്രയും റാങ്കിൽ വന്ന വിദ്യാർത്ഥികളാണ് ജൂബിലി മെഡിക്കൽ മിഷൻ ക്യാമ്പസ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് ക്യാമ്പസ് ആയിട്ട് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് നമുക്ക് എൻട്രൻസ് കമ്മീഷന്റെ സൈറ്റിൽ കുട്ടികൾ പ്രിഫർ ചെയ്തിരിക്കുന്ന ക്യാമ്പസ് ആയിട്ട് കാണാം. കാരണം ലാസ്റ്റ് റാങ്ക് നോക്കിയാൽ സ്റ്റേറ്റ് മെറിറ്റിൽ 2472 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾ, ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ഈ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ക്യാമ്പസ് പ്രിഫർ ചെയ്തിട്ടുണ്ട്. ഈ ക്യാമ്പസിൽ ടോട്ടൽ 100 സീറ്റുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട 2 ക്യാമ്പസും ഫസ്റ്റ് തൃശ്ശൂർ തന്നെയാണ്. ജൂബിലി മെഡിക്കൽ കോളേജും അതുപോലെ അമല മെഡിക്കൽ കോളേജും രണ്ടും തൃശ്ശൂർ തന്നെയാണ്. സെക്കൻഡ് കുട്ടികൾ പ്രിഫർ ചെയ്തിരിക്കുന്നത് 2472 വരെ വന്ന വിദ്യാർത്ഥികൾ അമല ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അവിടെ ഈഴവ കാറ്റഗറി 2722, മുസ്ലിം കമ്മ്യൂണിറ്റി 2475, അതേപോലെ ഓരോ കമ്മ്യൂണിറ്റി വൈസും നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ സെക്കൻഡ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി തേർഡ് വൺ നമുക്ക് കാണാൻ പറ്റുന്നത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് ആണ് കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അവിടെ 100 സീറ്റാണ്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് സ്റ്റേറ്റ് മെറിറ്റിൽ എൻട്രൻസ് കമ്മീഷന്റെ സൈറ്റിൽ 2788 റാങ്ക് വരെ വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പസിലേക്ക് അഡ്മിഷന് വേണ്ടി പ്രിഫറൻസ് കൊടുത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ റിസർവേഷൻ കമ്മ്യൂണിറ്റി നോക്കിയാലും ഈ ക്യാമ്പസിന് വിദ്യാർത്ഥികൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് കാണാം. ടോട്ടൽ 100 സീറ്റാണ് ഈ ക്യാമ്പസിലുള്ളത്. ഇനി ഫോർത്ത് വൺ പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവല്ല. അവിടെ ടോട്ടൽ 100 സീറ്റാണ്. നമുക്ക് നോക്കിയാൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ 3202, 3202 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾ ഈ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പ്രിഫർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഫിഫ്ത്ത് വൺ എൻട്രൻസ് കമ്മീഷന്റെ സൈറ്റിൽ നമ്മൾ നോക്കിയാൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം, ഇവിടെ 150 സീറ്റുകളുണ്ട്. ഈ ക്യാമ്പസിലാണ് 3383 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. MES മെഡിക്കൽ കോളേജ് ഇവിടെ 150 സീറ്റുകളുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട ക്യാമ്പസിലൊക്കെ 100 സീറ്റുകളായിരുന്നു. പക്ഷേ ഇവിടെ 150 സീറ്റുണ്ട്. ഈ 100ഉം 150ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ക്യാമ്പസിന്റെ പേഷ്യൻസ് ലോഡിന്റെ സ്ട്രെങ്തും അതുപോലെ അവിടുത്തെ ബെഡ് സ്പേസും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ കുറച്ചും കൂടെ മറ്റുള്ള ക്യാമ്പസിനേക്കാൾ ഹയർ ലെവലിൽ ആയതുകൊണ്ടാണ് MCC ആ ക്യാമ്പസിൽ കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിൽ 150 സീറ്റുകളാണ് ഉള്ളത്. അതുപോലെ 3383 മാർക്ക് വരെ വന്ന ഓപ്പൺ മെറിറ്റിൽ വന്ന വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പസ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആണ് ഹോസ്പിറ്റൽ തിരുവല്ല. ഇവിടെ ടോട്ടൽ 100 സീറ്റുകളാണുള്ളത്. ഇവിടെ നമുക്ക് എൻട്രൻസ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് കാണാൻ പറ്റും 2023 3910 വരെ വന്ന വിദ്യാർത്ഥികളാണ്, ഓപ്പൺ മെറിറ്റിലുള്ള വിദ്യാർത്ഥികളാണ് ഈ ബിലീവേഴ്സിന്റെ ക്യാമ്പസ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ 100 സീറ്റാണ്. അവിടെ ഈ
അവിടെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ 3917 അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഓരോ റിസർവേഷൻ അനുസരിച്ചും എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ നിന്ന് ലാസ്റ്റ് റാങ്ക് വന്ന ഫിഗർ നമുക്ക് കാണാൻ പറ്റും. ദെൻ 7th വൺ ഗോകുലം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ഇവിടെ ടോട്ടൽ 150 സീറ്റുകളുണ്ട്. ഈ 150 സീറ്റ് അനുസരിച്ചിട്ട് എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കാണാം 4235 ആണ് ലാസ്റ്റ് റാങ്ക് ഓപ്പൺ മെറിറ്റിലുള്ള വിദ്യാർത്ഥികൾ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 150 സീറ്റും 100 സീറ്റും 200 സീറ്റും ഉള്ള ഡിഫറൻസ് ഉള്ള ക്യാമ്പസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടു പേഷ്യൻ്റ് ലോഡിനനുസരിച്ചുള്ള ബെഡ് സ്പേസിനനുസരിച്ചാണ് വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുങ്ങുന്നത്. ഇനി സ്ട്രെങ്ത് കുറയുമ്പോൾ ഉള്ള മെറിറ്റ് നമുക്കറിയാം. നമുക്കൊരു ക്യാമ്പസിൽ നമ്മളെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സും ഡോക്ടേഴ്സും ഒക്കെ സ്ട്രെങ്ത് കുറവുള്ളൊരു ക്യാമ്പസ് ആകുമ്പോൾ നമുക്കൊരു പേഴ്സണൽ അറ്റൻഷൻ കൂടുതൽ കിട്ടും. 200 സ്ട്രെങ്തിലേക്ക് വരുമ്പോൾ അവിടെ അറ്റൻഷൻ കുറയുമെന്നല്ല, പക്ഷേ എങ്കിലും സ്ട്രെങ്ത് കുറവുള്ളിടത്തായിരിക്കും അറ്റൻഷൻ കൂടുതൽ കിട്ടുക. പക്ഷേ 200 സ്ട്രെങ്ത് ഉള്ള സ്ഥലത്ത് നമുക്ക് അത്രയും പേഷ്യൻസിലോട് ഉണ്ടാവും, അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ, അത്രയും എക്സ്പ്ലോഷനാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഓരോ ക്യാമ്പസിനും അതിൻ്റെതായ മെറിറ്റും ഡീമെറിറ്റ്സും ഉണ്ട്. ഗവൺമെൻറ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും മെറിറ്റും ഡീമെറിറ്റ്സും ഉണ്ടെന്ന് പറയുന്നത് പോലെ, അതുപോലെ ഡീംഡ് ക്യാമ്പസുകളും മറ്റുള്ള രണ്ടും തമ്മിൽ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടെന്ന് പറയുന്നത് പോലെ ഓരോ ക്യാമ്പസിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഒരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ എടുക്കാൻ. ഇനി 8th ആയിട്ട് നമുക്ക് കാണാം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആണ് കൊല്ലത്തുള്ളത്. അവിടെ 150 സീറ്റുകളാണുള്ളത്. ഈ ക്യാമ്പസിൽ 5645 വരെ മാർക്ക് വന്ന വിദ്യാർത്ഥികളാണ് എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ക്യാമ്പസുകൾ ഇപ്പം നമ്മൾ 1, 2, 3, 4, 8, 9, 19 വരെ നമ്മൾ പറയുമ്പോൾ ഈ ക്യാമ്പസുകളൊക്കെ 19ാമത് കിടക്കുന്നത് അല്ലെങ്കിൽ 19th 17th ഒക്കെ മോശമൊന്നല്ല. എല്ലാ ക്യാമ്പസുകളും നല്ലത് തന്നെയാണ്. അവിടുത്തെ ക്ലാസ്സുകളും ഡിസിപ്ലിനും ഒക്കെ ബെസ്റ്റ് തന്നെയായിരിക്കും. പക്ഷെ കുട്ടികൾ ലാസ്റ്റ് റാങ്ക് ചൂസ് ചെയ്തിരിക്കുന്ന അവരുടെ റാങ്കിനനുസരിച്ച് ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ലിസ്റ്റാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നിന്നുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളും ഈ വർഷം അഡ്മിഷൻ എടുക്കുമ്പോഴും ഞാൻ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നൊരു ക്യാമ്പസാണ്, അങ്ങനെയാണെങ്കിൽ ആ ക്യാമ്പസ് നേരിട്ട് പോയി ഇപ്പോഴത്തെ അവിടെ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കുട്ടികൾ ഇത് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ നിലവാരം എങ്ങനെയുണ്ട്, ഒരു വർഷത്തെ ഒരു പ്രിൻസിപ്പളോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ക്യാമ്പസിൻ്റെ റേറ്റിംഗും ഒക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓരോ വർഷവും ഇപ്പോഴത്തെ അവരുടെ അക്കാഡമിക്സ് എങ്ങനെയുണ്ട്, അവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്, അവിടുത്തെ റിസൾട്ട് പെർസെൻറ്റേജ് എങ്ങനെയുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഓരോ ക്യാമ്പസും ചൂസ് ചെയ്യാൻ എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കുക. ഇനി 9th വൺ KMCT മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. അവിടെയും 150 സീറ്റുകളാണുള്ളത്. ഇവിടെ നമ്മൾ നോക്കിയാൽ 6309 വരെ റാങ്ക് വന്ന വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പസിൽ ലാസ്റ്റ് റാങ്കിലൂടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ 10th ഡോക്ടർ സോമർവെൽ മെഡിക്കൽ കോളേജ് CSI മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ഇവിടെ ടോട്ടൽ 150 സീറ്റുകളാണുള്ളത്. ഈ ക്യാമ്പസിൽ 6758 സ്റ്റേറ്റ് മെറിറ്റ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ. അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് 6758 ആണ്. ദെൻ 11th വൺ മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് 200 സീറ്റുകളാണുള്ളത്. ഇതുവരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ക്യാമ്പസ് ആണ്. 200 സീറ്റുകളുണ്ട്. ഇവിടെ 6954 വരെ വന്ന സ്റ്റേറ്റ് മെറിറ്റ് കുട്ടികൾക്കാണ് അവിടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഓരോ റിസർവേഷൻ അനുസരിച്ചുള്ള ലാസ്റ്റ് റാങ്കും നമുക്ക് എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 11th വൺ ആയിട്ട് കുട്ടികൾ പ്രിഫർ ചെയ്തിരിക്കുന്നത് 6954 ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന മലബാർ മെഡിക്കൽ കോളേജ് ആണ് കോഴിക്കോട്. 200 സീറ്റുള്ള വലിയ ക്യാമ്പസ് ആണ്. ദെൻ 12th വൺ SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം 150 സീറ്റുകളുണ്ട്. ഇവിടുത്തെ നമുക്ക് ലാസ്റ്റ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ 7694 വരെ വന്ന ഓപ്പൺ മെറിറ്റിൽ വന്ന വിദ്യാർത്ഥികൾ SUT പ്രിഫർ ചെയ്തിട്ടുണ്ട്. ദെൻ 13th വൺ അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലം. ഇവിടെ ടോട്ടൽ സീറ്റ് 100 സീറ്റുകളാണുള്ളത്. ഈ ക്യാമ്പസിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ കാണാം 7983 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ 1, 2, 3, 4, 13 വരെ നമ്മൾ എത്തുമ്പോൾ ഇത് റാങ്കിങ്ങിൽ ഈ 13ാമത് നിൽക്കുന്ന ക്യാമ്പസാണ് ഇതൊന്നുള്ളതല്ല ഒരിക്കലും മീനിങ്. അത് നമ്മൾ ഓരോ ക്യാമ്പസിൽ പോയി നമ്മൾ അറിയാം, ഒരു ക്യാമ്പസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ആ ക്യാമ്പസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ട് അതിനൊരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കുക. രണ്ടാമതായിട്ട് അവിടുത്തെ അക്കാഡമിക്സും റിസൾട്ടും പേഷ്യൻസ് ലോഡും അതുപോലെ ക്യാമ്പസിൻ്റെ ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റികളും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക.
ദെൻ മൂന്നാമത്തെ ആ ക്യാമ്പസിൻ്റെ ഫീസ്. നമുക്കറിയാം ഓരോ ക്യാമ്പസുകൾ തമ്മിൽ തന്നെ ഫീസിനകത്ത് ഡിഫറൻസ് ഉണ്ട്, ഹോസ്റ്റൽ ഫീസിനകത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന എക്സ്ട്രാ എക്സ്പെൻസുകളിലുള്ള ഫീസിൻ്റെ കാര്യങ്ങൾ, എല്ലാ ഫീസിൻ്റെ എക്സ്ട്രാ ഫീസുകളും കാര്യങ്ങളും ഒക്കെ ഓരോ ക്യാമ്പസിലുണ്ടോ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ലാസ്റ്റ് വൺ, നമുക്ക് ഏതെങ്കിലും ക്യാമ്പസുകളിൽ ബോണ്ട് ഉണ്ടോ, അതുപോലുള്ള കാര്യങ്ങളും നമ്മൾ കൃത്യമായി. നമുക്കറിയാം ഈ ഒരു MBBS എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കേണ്ടത് 4.5 വർഷമാണ്. അതിനുശേഷം 1 ഇയർ ഇന്റേൺഷിപ്പും ഉണ്ട്. അപ്പം അങ്ങനെ 5.5 വർഷം നമ്മൾ പഠിക്കേണ്ട ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും, ആ ക്യാമ്പസിൻ്റെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് വേണം നാം പ്രിഫറൻസ് അനുസരിച്ച് ജോയിൻ ചെയ്യാനും അഡ്മിഷൻ എടുക്കാനും. ദെൻ 14th വൺ, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളം 150 സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 8415 വരെ ഓപ്പൺ സീറ്റ് റാങ്ക് വന്ന വിദ്യാർത്ഥികൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് റാങ്ക് എൻട്രൻസ് കമ്മീഷയുടെ സൈറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ദെൻ കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് ടോട്ടൽ 100 സീറ്റുകളാണുള്ളത്. ഇവിടെ ഓപ്പൺ മെറിറ്റിൽ 8934 വരെ റാങ്ക് വന്ന വിദ്യാർത്ഥികൾ ഇവിടെ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ദെൻ 16th വൺ, PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട് ടോട്ടൽ 200 സീറ്റുകളാണുള്ളത്. ഇവിടെ 8960 വരെ റാങ്ക് വന്ന വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസ് പ്രിഫർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദെൻ 17th വൺ, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട് ടോട്ടൽ 150 സീറ്റുകളാണുള്ളത്. ഇവിടെ 9242 ഓപ്പൺ മെറിറ്റ് വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ഈ ക്യാമ്പസിൽ അഡ്മിഷന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ദെൻ 18th വൺ, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ട ടോട്ടൽ 150 സീറ്റുകളുണ്ട്. ഈ ക്യാമ്പസിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 9637 വരെ റാങ്ക് വന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ പ്രിഫറൻസ് കൊടുത്ത് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ദെൻ 19th വൺ, അൽഹസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ ടോട്ടൽ 150 സീറ്റാണുള്ളത്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ ഓപ്പൺ 9760 വരെ മാർക്ക് വന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഓപ്പൺ മെറിറ്റിലും അതിനോടൊപ്പം ഈഴവ കമ്മ്യൂണിറ്റി, മുസ്ലിം, ബാക്ക്വേഡ് ഹിന്ദു, ലാറ്റിൻ കത്തോലിക്ക്, ധീവര, വിശ്വകർമ്മ, ബാക്ക്വേഡ് ക്രിസ്ത്യൻ, കുടുംബി, SC ST കാറ്റഗറി വൈസും ഓരോ ക്യാമ്പസിൻ്റെയും നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റ് എല്ലാം തന്നെ എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ 19 ക്യാമ്പസുകളാണ് മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളാണ് കഴിഞ്ഞ വർഷം എൻട്രൻസ് കമ്മീഷണർ ഒരു MBBS കോഴ്സിന് വേണ്ടി അലോട്ട്മെന്റ് നടന്നത്. അപ്പോൾ നമുക്കിനി ഈ വർഷം 2024 ഇതിൽ കൂടുതൽ ക്യാമ്പസുകൾ എൻട്രൻസ് കമ്മീഷനുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ അതിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാലക്കാട് പിംസിൻ്റെ ക്യാമ്പസും അതുപോലെ വർക്കലയിലുള്ള പുതിയ മെഡിക്കൽ കോളേജും ഒക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ, അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങും അതുപോലെ മെഡിക്കൽ കൗൺസിലിൻ്റെ അപ്രൂവലും ഒക്കെ കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ ഈ ക്യാമ്പസിലേക്കുമൊക്കെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷത്തെ റാങ്കിനെ ബേസ് ചെയ്ത് 2023 റാങ്കിനെ ബേസ് ചെയ്ത് കുട്ടികൾ പ്രിഫറൻസ് കൊടുത്ത ആ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ ഒരു ഓർഡറാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഈ 19 ക്യാമ്പസുകളും ബെസ്റ്റാണ്. ഇനി ഇതിലേറ്റവും ബെസ്റ്റ് ഏതെന്നുള്ളത് ഓരോ പേരൻസും വിദ്യാർത്ഥികളുമാണ് ചിന്തിക്കേണ്ടത്. ആ ക്യാമ്പസിൽ പോയി അവിടുത്തെ നമ്മൾ പറഞ്ഞു ഒരു ക്യാമ്പസിൻ്റെ റിസൾട്ടിനെ കുറിച്ച്, ഡിസിപ്ലിനെ കുറിച്ച്, അവിടുത്തെ ഫീസിനെ കുറിച്ച്, അതേപോലെ നമ്മുടെ വീടും നമ്മൾ താമസിക്കുന്നതും അതുപോലെ ഈ ക്യാമ്പസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കുറിച്ച്, അതുപോലെ നമുക്ക് അവിടെ കിട്ടുന്ന പേഷ്യൻസിൻ്റെ ലോഡിനെ കുറിച്ച്. നമുക്കറിയാം ഈ ഒരു MBBS എന്ന് പറഞ്ഞൊരു കോഴ്സ് ഒരു തിയറി കോഴ്സ് അല്ല, അതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടേണ്ട ഒരു കോഴ്സാണ്. നമുക്ക് എന്താണ് രോഗങ്ങളെന്നും ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കാണുമ്പോൾ നമുക്ക് ആ അസുഖം ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി വളരണമെങ്കിൽ ധാരാളം പ്രാക്ടീസ് ഫെസിലിറ്റികൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്ലോഷർ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ക്യാമ്പസ് ആണോ ഞാൻ പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്നത് എന്ന് ഓരോ വിദ്യാർത്ഥികളും ചിന്തിക്കുക, പേരൻസും തിങ്ക് ചെയ്യുക, നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. ഓരോ ക്യാമ്പസിൽ നേരിട്ട് പോയി അവിടെ പഠിക്കുന്ന കുട്ടികളോട് അവിടുത്തെ ക്യാമ്പസിനെ കുറിച്ചും അവിടുത്തെ റിസൾട്ടിനെ കുറിച്ചും ഡിസിപ്ലിനെ കുറിച്ചും വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. തീർച്ചയായും ഇനി നമുക്ക് ഡെന്റൽ സെക്ഷനിലെയും ഡെന്റലിൻ്റെ തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെയും അതുപോലെ നമ്മുടെ നിയർ ബൈ അതർ സ്റ്റേറ്റുകളായിട്ടുള്ള കർണാടക, തമിഴ്നാട്, അതുപോലെ ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കുട്ടികൾ പ്രിഫറൻസ് കൊടുക്കുന്ന കോളേജുകളെ കുറിച്ചുമൊക്കെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഈ ഓർഡർ എന്ന് പറയുന്നത് ആ ക്യാമ്പസിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള റാങ്കിങ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒന്നുമല്ല.
ക്യാമ്പസുകൾ 1, 2, 3 എന്നുള്ള ഓർഡറിൽ മാത്രം നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. അവിടെ കുട്ടികൾക്ക് പ്രിഫർ ചെയ്തിരിക്കുന്ന റാങ്ക് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതിനോടൊപ്പം ഓരോ ക്യാമ്പസും എങ്ങനെയുണ്ട്, അവിടുത്തെ ഡിസിപ്ലിൻ എങ്ങനെയുണ്ടെന്ന് വിദ്യാർത്ഥികൾ തന്നെ നേരിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കി ജോയിൻ ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതിനോടൊപ്പം ഒരു വാക്കും കൂടെ ചേർക്കട്ടെ, ഈ വർഷത്തെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫസ്റ്റ് കൗൺസിലിംഗ് ആവട്ടെ, സെക്കൻഡ് കൗൺസിലിംഗ് ആവട്ടെ, അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു കോഴ്സ് MBBS ആയിരുന്നു എൻ്റെ ഡ്രീം, അത് ഗവൺമെൻറ് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രൈവറ്റിലും കിട്ടുന്നില്ല, ഡീംഡിൽ പോകാനുള്ള ഫീസ് ഇല്ല, അല്ലെങ്കിൽ പ്രൈവറ്റിൽ അത്ര ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എന്തെങ്കിലും മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നുണ്ടോ? 2025 നിങ്ങളുടെ ഇയർ ആക്കി മാറ്റാനും നിങ്ങളെ ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് നയിക്കാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. കേരളത്തിലെ 48ാമത്തെ റാങ്കാണ് നമ്മൾ ഈ വർഷം ആൽഫ അക്കാഡമി നേടിയിരിക്കുന്നത്. ആ റാങ്ക് മുതൽ ഏറ്റവും നല്ല വിജയത്തിലേക്ക് ധാരാളം കുട്ടികളെ എത്തിക്കാൻ 2024ലും കഴിഞ്ഞ 25 ഇയേഴ്സായിട്ടും ആൽഫയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം പേഴ്സണൽ അറ്റൻഷനാണ്, ഏറ്റവും നല്ല മെറ്റീരിയൽസും ടീച്ചേഴ്സിൻ്റെ ഫെസിലിറ്റികളാണ്, നല്ല ഹോംലി അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ്, ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ക്യാമ്പസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പാർട്ടായിട്ട് പഠിക്കാനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ചോയ്സ് ഫില്ലിങ്ങിലൂടെ, അഡ്മിഷൻ പ്രൊസീജിയറിലൂടെ ഏറ്റവും നല്ലൊരു ക്യാമ്പസും കോഴ്സും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.